ബൈബിളിൽ മാത്യു 6 പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതും പ്രാർത്ഥിക്കാൻ പാടില്ലാത്തത് എങ്ങനെയെന്നുള്ളതും കർത്താവ് ഡിസൈബിൾസിനെ പഠിപ്പിക്കുന്നു. അപ്പം അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അവർ പ്രാർത്ഥിക്കുന്ന എപ്പോഴും മനുഷ്യർ കാണാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് മനുഷ്യർ പറയുന്നു, എന്ത് നല്ല പ്രാർത്ഥന, അവർ പള്ളിയിലൊക്കെ എണ്ണീറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നു. അത് മനുഷ്യർ കാണാൻ വേണ്ടിയിട്ട്. അപ്പം പൊതുവെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് റിവാർഡ് ഉണ്ടെന്നുള്ളത്. പക്ഷേ കർത്താവ് പറയുന്നു പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങളുടെ പേഴ്സണൽ പ്രെയർ, നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ ആരും കാണാത്തപ്പോഴും നിങ്ങളുടെ മുറി അടച്ചിട്ട് കർത്താവിനോട് പേഴ്സണലി സംസാരിക്കുന്നു, ശരിക്കും ദൈവം കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കും എന്നുള്ളത് വിശ്വസിച്ച് സംസാരിക്കുക, അത് ആ ഒരു പേഴ്സണൽ ടൈം എന്നുള്ളത് ആ ടൈപ്പ് ഓഫ് പ്രെയറിനാണ്. അത് പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കുന്നു, ആരും കാണാതെ, മനുഷ്യരെ കാണാനോ അല്ലെങ്കിൽ മനുഷ്യരെ പ്രശംസിക്കാനോ അല്ല. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പബ്ലിക്കായിട്ട് തന്നെ ഹി വിൽ ആക്ച്വലി റിവാർഡ് ചെയ്യുന്നു, അതിന് പ്രതിഫലം ഉണ്ടെന്ന്. മറ്റേന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അടുത്തു നിന്നുള്ള ആ ഒരു ബഹുമാനമേ കിട്ടത്തുള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പം രക്തസ്രാവമുള്ള സ്ത്രീയുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും നോക്കുമ്പോഴത്തേക്ക് അവർ വന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കും വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യം വരും. പക്ഷേ അങ്ങനെ മാത്രമായിരുന്നു പുള്ളിക്കാരിക്ക് സൗഖ്യം കിട്ടിയതെങ്കിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിൻ്റെ വിശ്വാസം, യുവർ ഫെയ്ത്ത് ഹാസ് ആക്ച്വലി മേഡ് യു ഹോൾ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ വിശ്വാസമാണ് ആ ഒരു സൗഖ്യം വരുത്തിയെന്ന് പറയുന്നത്. കാര്യം കർത്താവ് അവരെ കാണുന്ന പോലുമില്ല, കർത്താവ് അവരോട് പറയുന്നില്ല. ബാക്കി എല്ലാവരും തിരക്കി ഞെരുക്കിക്കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ആ ഒരു പവർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ പവർ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ദ വേ ആക്ച്വലി ഷീ ഡിഡ് ഇറ്റ്, അത് എക്സ്റ്റേണലി വന്ന് തൊടുന്ന മാത്രമല്ല, പക്ഷെ അതിന് പുറമെ കുറേ കാര്യങ്ങളുണ്ട്. ഹൗ ഷീ തോട്ട് അബൌട്ട് ഇറ്റ്, ഹൗ ഷീ തോട്ട് ഇപ്പം എങ്ങനെ കർത്താവിനെ പറ്റി കേട്ടു എന്നുള്ളതും, അത് ഉള്ളിൽ സൗഖ്യമായതായിട്ട് കാണുന്നതും, പിന്നെ കർത്താവാണ് മിശിഹ എന്നുള്ളത് വിശ്വസിക്കുകയും ഇതെല്ലാം ചെയ്യുകയും, പിന്നെ പരസ്യമായിട്ട് വന്ന് അവരങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ അവരാരെയും തൊടാൻ പാടില്ല, അവരെ വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാം. അവരുടെ ജീവൻ പോലും പണയം വെച്ച് അത്രയും ധൈര്യമായിട്ട് അവർ വന്ന് ചെയ്യുന്നൊരു കാര്യം. അപ്പം അങ്ങനെയാണ് അവർക്ക് ആ ഹീലിംഗ് കിട്ടുന്നത്. അപ്പം പലപ്പോഴും അഗെയിൻ പുറമേ മാത്രം ആ ടച്ച് മാത്രം മതി. അപ്പം പുറമേ നമ്മൾ വലിയ ഭക്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, പക്ഷേ നമ്മുടെ ആ ഇൻറ്റേർണലി ആർ യു ആക്ച്വലി സീക്കിങ് ഗോഡ്, ദൈവമായിട്ടുള്ള ബന്ധം എന്നുള്ളത് വചനപ്രകാരമാണോ നമ്മൾ സീക്ക് ചെയ്യുന്നതെന്നുള്ളതും. കർത്താവിനെ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്ന് പറഞ്ഞു. എന്നെ കർത്താവെന്ന് വിളിച്ചിട്ട് ഞാൻ പറയുന്നത് എന്താ കേൾക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നില്ല. അപ്പം അഗെയിൻ വചനം കേൾക്കുക മാത്രമല്ല, കേട്ടിട്ട് ചെയ്യുക എന്നുള്ള, അഗെയിൻ അതൊരു ഹാബിറ്റായിട്ട് മാറുക എന്നുള്ള, ശീലങ്ങളായിട്ട് മാറുക എന്നുള്ള. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട്സും കാര്യങ്ങളും കിട്ടുന്നത്. അല്ല ജസ്റ്റ് ആ എക്സ്റ്റേണലി ജസ്റ്റ് കുറച്ച് നേരം പ്രാർത്ഥിച്ചു, കുറച്ച് നേരം നമ്മൾ പെട്ടെന്ന് ധൃതി വെച്ച് പ്രാർത്ഥിക്കും, ധൃതി വെച്ച് ബൈബിൾ വായിക്കുന്നു, ഇതിനൊന്നും തന്നെ പലപ്പോഴും ഫലങ്ങൾ കിട്ടത്തില്ല. പലപ്പോഴല്ല, അതിന് ഫലങ്ങൾ കിട്ടത്തില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് പീറ്ററിൻ്റെ കാര്യം വരുമ്പോഴാണേലും രാത്രി മുഴുവനും അധ്വാനിക്കുന്നു. അഗെയിൻ പുറമേ നോക്കുമ്പോഴത്തേക്ക് അവർ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ കർത്താവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം സെയിം ആക്ഷനാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വല നിറച്ച് മീൻ കിട്ടുന്നുണ്ട്. അഗെയിൻ പുറമേ നോക്കുമ്പോഴത്തേക്ക് ആക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ. പലപ്പോഴും അത് പ്രാർത്ഥനയാണെങ്കിലും അല്ല മെൻ്റൽ സ്റ്റേറ്റ് ആണെങ്കിലും സ്പിരിച്വൽ സ്റ്റേറ്റ് ആണെങ്കിലും എല്ലാം തന്നെ അത് ശ്രദ്ധിക്കാതെ ഫിസിക്കൽ മാത്രം ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അതിന് ചിലപ്പോൾ റിസൾട്ട്സ് കിട്ടാതെ വരും. ഓക്കെ, അപ്പം ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടിരിക്കും. താങ്ക് യു.